കായംകുളത്ത് KPSCക്ക് സമീപം കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കായംകുളം സ്വദേശി ആരോമലാണ് മരിച്ചത്. കായംകുളത്ത് തന്നെ ഇന്നലെ സമാനമായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എപ്പോഴാണ് അപകടമുണ്ടായത്? ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പുറകിലാണ് അപകടമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ വാഹനം ആ ഭാഗത്ത് നിന്ന് വന്ന് ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനം ഇപ്പോഴും ഈ കുഴിയിൽ തന്നെയുണ്ട്. ഒരു അരയാളടി താഴ്ചയുണ്ട്. ഈ കനാല് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡിനടിയിലൂടെ അല്ലെങ്കിൽ ദേശീയപാതയ്ക്കടിയിലൂടെ മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ചെറിയ കാന പണിയുന്നുണ്ടായിരുന്നു. ആ കാനയ്ക്ക് വന്ന് യുവാവ് പതുക്കുകയായിരുന്നു. ഈ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വന്ന് വീണ് യുവാവിന്റെ തല ഈ കോൺക്രീറ്റിലാണ് അടിച്ചത്. അതിനോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ആലപ്പുഴ ജില്ലയിൽ അപകടങ്ങൾ വളരെ പതിവാണ്. ഏകദേശം 2 ഡസനിലധികം ആളുകളെങ്കിലും ഈ കൃഷ്ണപുരത്തിനും ഒപ്പം തന്നെ അരൂരിനും ഇടയിൽ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അവിടെ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന തുറവൂരിൽ അപകടമുണ്ടായി. ഈ ഭാഗത്ത് നിന്നാണ് യുവാവ് കൃഷ്ണപുരം ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡാണ്. ആ സർവീസ് റോഡ് കൂടെ ബൈക്കിൽ വന്ന യുവാവ് ഒരു പക്ഷേ നിയന്ത്രണം വിട്ട് സൈഡിൽ ഉണ്ടായത് ഈ കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് സമാനമായ രീതിയിൽ ഏകദേശം 1 മണിക്കൂർ ഇടവിട്ട് മറ്റൊരു അപകടം ഉണ്ടായത്. ആ യുവാവിന് ഏതായാലും ജീവൻ രക്ഷപ്പെട്ട നാട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടെ അപകടമൊക്കെ പതിവാണ്.